ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് വിടുവോ? ഇവിടെ പമ്പയിലായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം നെറ്റ്വർക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പമ്പ ഗണപതി അമ്പലത്തിന്റെ താഴെയായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്ന അയ്യപ്പന്റെ അതായത് ഒരു ചരിത്രം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. അയ്യപ്പന്റെ ചരിത്രം ഞങ്ങൾ ശില്പരൂപത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മെയിൻ്റനൻസ് വർക്കുമായിട്ട് എല്ലാ വർഷവും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ 3 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കണക്ഷന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് നെറ്റ്വർക്ക് എത്രത്തോളം നിൽക്കുമെന്നറിയില്ല. അപ്പോൾ ഇപ്പോൾ ജോജൻ മാത്യു സ്ലോ കണക്ഷനാണ്. നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ പതിവ് പോലെ നമ്മൾ ശബരിമല പമ്പ ഗണപതി അമ്പലത്തിന്റെ താഴെയായിട്ട് അയ്യപ്പന്റെ ചരിത്രം ശില്പരൂപത്തിലാക്കി നമ്മുടെ വകയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ ഇനിയും 16-ാം തീയതിയാണ് നട തുറക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് അതിന്റെ എല്ലാ വർക്കുകളും മെയിൻ്റനൻസ് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിന്റെ കുറച്ച് വർക്കുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇനി ഒരു നാളെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ അതിൽ എന്തൊക്കെയാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രദീപ് ഹായ്, ജോജൻ മാത്യു ഹായ്, ജോബിനോടുണ്ട്. അപ്പോൾ ഇവിടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കാണിക്കാം ഇതിന്റെ ഒരു ഓപ്പോസിറ്റ്. ഇത് നമ്മളൊരു ആശ്രമത്തിന്റെ ഒരു ആംബിയൻസ് ആണ്. ഒന്ന് പറഞ്ഞാൽ മതി ആരെങ്കിലും. അപ്പൊ ഇത് നമ്മളൊരു ആശ്രമം, അതായത് പമ്പ നദിയുടെ തീരത്ത് നിന്നാണ് കുഞ്ഞു മണികണ്ഠനെ പന്തള രാജാവിന് കിട്ടുന്നത്. അത് ഒരു സന്യാസി വര്യനാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സന്യാസി വര്യന്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു ആശ്രമത്തിന്റെ ഒരു അന്തരീക്ഷം, അതായത് ഇതൊരു കാണിക്കവഞ്ചിയായിരുന്നു, ഇത് നമ്മളൊരു ആശ്രമം പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മരത്തിന്റെ ഇതൊക്കെ നമ്മൾ സിമെന്റിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ മണ്ണ് പാകിയ രീതിയിലാണ് ടെറാക്കോട്ടയൊക്കെ അടിച്ച് നമ്മൾ കോലമൊക്കെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കാണിക്ക വഞ്ചിയായിട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് നമ്മൾ ഇത്തരത്തിൽ അത് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇത് പിന്നെ നമ്മുടെ ഈ കർപ്പൂരം കത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതും നമ്മൾ സിമെന്റിൽ ചെയ്തിരിക്കുന്നതാണ്. ഒരു മരത്തിന്റെ ഒരു കുറ്റി പോലെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് എല്ലാം ഒരു കോലം വരച്ചിരിക്കുന്ന ഒരു മുറ്റത്തിന്റെ ഒരു ഭിത്തി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മണ്ണ് പാകിയ ഒരു ഭിത്തി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടു എറണാകുളം സ്വദേശിയാണ്. അപ്പോൾ കുട്ടു നൊയമ്പിലാണ്. അപ്പോൾ കുട്ടുവിന് എന്താ പറയാ ഭയങ്കരമായ രീതിയിൽ ഒരു താല്പര്യത്തോടു കൂടി വന്നതാണ് ഇവിടെ. അപ്പോ ഇന്ന് കുട്ടുമൊക്കെ പോവും ഇവിടുന്ന് അല്ലേ? അപ്പൊ സൗണ്ടിന് കുറച്ച് ഇതുണ്ടെങ്കിൽ അടുത്തോട്ട് നിൽക്കണം, അല്ലെങ്കിൽ അവരെ എത്തത്തില്ല. പിന്നെ ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കോലങ്ങൾ വരച്ചിരിക്കുന്നതാണ്. ഈ കോലം വരച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരുണ്ട്. അപ്പോ ഇത് അജയ് ഉണ്ട്. അജയെ ഞാനിപ്പോ പരിചയപ്പെടുത്തരാം. മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അയ്യപ്പനെ വരച്ചിരിക്കുന്നത് ഇതേ കിളി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് അഭിജിത്ത് എന്നാണ് അവന്റെ പേര്. അഭിജിത്ത് ഇവനാണ് അയ്യപ്പനെ വരച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മളൊരു കോലം മൂഡിലാണ്, ഒരു ഔട്ടർ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതും എറണാകുളത്തു നിന്ന് വന്നാണ്, വർക്കിന് വേണ്ടിയിട്ട് വന്നാണ്. അപ്പോ അഭിജിത്ത്, ഇത് സ്വാമിയാണ്, സ്വാമി ശരണം. അപ്പൊ അരുണാണ്. അപ്പൊ അരുണും ഇതേപോലെ തന്നെ നമ്മുടെ കൂടെ ഇവന്റ്സ് എല്ലാ വർക്കും ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഭിത്തികളൊക്കെ ഇങ്ങനെ കോലത്തിന്റെ ഒരു മാതൃകയിലാണ് നമ്മൾ ഇതെല്ലാം
കൊടുത്തിരിക്കുന്നത്. മണ്ണ് പാകിയ ഒരു ഭിത്തിയായിട്ടാണ് നമ്മൾ ആശ്രമത്തിന്റെ അന്തരീക്ഷം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എല്ലാവരും നമുക്ക് ഇവിടെ കുതിരയുടെ ഒരു ഇതുണ്ട്. വാ ഇതിപ്പോ പമ്പ ഗണപതി അമ്പലത്തിന്റെ താഴെയായിട്ടാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ ഇവിടെ വന്ന് മെയിൻ്റെനൻസ് ചെയ്യുന്നതാണ് ഇത്. ഇനിയും നമ്മൾ അടുത്ത വർഷത്തേക്ക് ഇതിലും ഗംഭീരമായ കുറെ സ്വപ്ന പദ്ധതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പൊ നമുക്കിത് കണ്ടിട്ട് വരാം. ഇത് നമ്മള് കണ്ണൻ നാരായണൻ, കണ്ണൻ ചേട്ടാ സ്വാമി ശരണം. അപ്പോ ഇത് ഒരു കുതിര, അതായത് പന്തള രാജാവാണ്. പന്തള രാജാവ് വേട്ടയ്ക്ക് വരുന്ന സമയത്താണ് മണികണ്ഠനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു കുതിരയെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അതായത് ഇത് പന്തള രാജാവ് വേട്ടയ്ക്ക് വരുന്ന സമയത്താണ് കുഞ്ഞു മണികണ്ഠനെ സന്യാസിവരെയും കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ വേട്ടയ്ക്ക് വരുന്നത് കുതിരപ്പുറത്താണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുതിരയുടെ പ്രസൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവിടെ ഇങ്ങനെ കുതിര കഴിഞ്ഞിട്ട് നമ്മൾ അതേപോലെ തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണ്ട് ഈ മണ്ണ് ഭയങ്കര മണ്ണായിരുന്നു. മണ്ണ് കുത്തിയിട്ട് ഇങ്ങനെ പന്നി ഇങ്ങനെ മണ്ണ് കുത്തി മറിക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നെറ്റ് അടിച്ചിട്ട് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നെറ്റ് അടിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പായൽ ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ നെറ്റാണ് എന്താ ഇതൊക്കെ നെറ്റ് അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഫുള്ള് നമ്മളൊരു എന്താ പറയാ കുറെ കല്ലുകളൊക്കെ കൂട്ടി നല്ല കരിങ്കല്ലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഈടി, അതായത് എന്താ കയ്യാല പോലെ കെട്ടിയിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ നെറ്റ് അടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് പന്നി കയറി കുത്തുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിൽക്കത്തില്ല. അത് ആജീവനാന്ത കാലം കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുകയാണ് സിമെന്റ് വെച്ചിട്ട്. അപ്പോൾ ഇത് ഒഴിവാ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ നമ്മൾ കല്ലുകൾ പമ്പയാറ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ കല്ലുകൾ എടുത്തോണ്ട് വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് അജയ് അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ 10-25ഓളം കലാകാരന്മാരുടെ കഷ്ടപ്പാടുകളാണ് ഇതൊക്കെ. അപ്പോ ഇത് ഇവിടുന്ന് ഇങ്ങനെ കെട്ടി നമ്മൾ ഇവിടുന്ന് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പുലികളാണ്. അതായത് പുലിപ്പുറത്താണ് മണികണ്ഠൻ പുലിപ്പുറത്ത് വരുന്നതായിട്ട് നമ്മളൊരു ഐതിഹ്യമുണ്ട്. അപ്പൊ ആ പുലിപ്പുറത്ത് വരുന്ന പുലിവാഹനെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് പുലികള്, പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഈ കാണുന്ന ഈ തറയിൽ ഈ കാണുന്ന ഈ ഗ്രീനിഷ് ആയിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ സിമെന്റ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഫുള്ള് സിമെന്റ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ സിമെന്റ് ആണ് ഇത് മൊത്തം. അപ്പോ ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഇത് പുലിവാഹനെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഈ വില്ലിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും ഈ വില്ല് ഇവിടെ കയറിയിട്ട് ഈ കൊരങ്ങന്മാര് കയറിയിട്ട് ഞാനിട്ട് ഇതങ്ങ് ഒടിച്ചു കളയും. അപ്പൊ നമ്മള് ഇത് ഇപ്പൊ ഈ വേക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് കമ്പിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പട്ടയൊക്കെ കൊടുത്ത് സഞ്ചി കയറി ചെയ്തിരിക്കുന്നതാണ്. ഫുള്ള് പൈപ്പൊക്കെ വെച്ച് അടിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതേ പിന്നെ MC-യിൽ വെച്ചിട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ കാണുന്ന വർക്കൊക്കെ ഇതുണ്ട്. ഈ കാണുന്ന വർക്കുകളൊക്കെ MC-യിൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ വർക്കുകളൊക്കെ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഒരു ആംബിയൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് അതായത് പമ്പാ നദിയുടെ ഉത്ഭവം അതായത് ശബരിമലയാണ്. പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രസൻസ് കാണിക്കാൻ വേണ്ടി ഏകദേശം 20 അടി ഹൈറ്റിൽ നിന്നും നമ്മളൊരു വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് കാണാം. തെറ്റി വീടരുത് ജോബിനെ, അത് ജോബിന് അപ്പുറത്തോട്ട് പോയാൽ മതി. അപ്പോൾ ഇതാണ്
നമ്മൾ വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുക സഞ്ജയ് ഇപ്പം ഇവിടെ ഇല്ല, സഞ്ജയ് വീട്ടിലാണ്. സഞ്ജയ് ഇന്നലെ പോയതാണ്. സന്ധ്യ രവീന്ദ്രൻ ഹായ്. സുനിൽ കലയപുരം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു വെള്ളച്ചാട്ടം, അതായത് പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയാണ് എന്നുള്ളത് തോന്നിപ്പിക്കാൻ അതാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു വെള്ളച്ചാട്ടം ഇതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും ഗണപതി അമ്പലത്തിൻ്റെ താഴെയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇങ്ങനെയാണ്. ഈ വർഷത്തെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്, അരുൺ സാർ എന്ന് പറയും. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പോകുന്ന സമയത്തേക്ക് 2 മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ വെള്ളച്ചാട്ടം. പക്ഷെ നമ്മൾ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ ഇവിടെ ആളില്ല. അപ്പം നമ്മൾ ആദ്യം ഈ കാണുന്ന ആംബിയൻസ് ഒക്കെ ചെയ്യും, പക്ഷെ ഒരു 10 ദിവസം കഴിയുന്ന സമയത്തേക്ക് ഇതിനകത്ത് വെള്ളച്ചാട്ടം ഒന്നും വരാറില്ല എന്ന് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് വിളിച്ചിട്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരുമില്ല. പക്ഷേ ഈ വർഷം വന്നിരിക്കുന്ന ഉണ്ട്, അരുൺ സാറാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി സാറ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്, അതായത് അവരുടെ ഒരു പ്ലംബറെ ഇതിനു വേണ്ടി നോക്കാനായിട്ട് വെക്കും ഈ വർഷം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കത് കാണാം. രാജേഷ് ആർ ഉണ്ണിത്താൻ, ദക്ഷിണമൂർത്തി, മനോജ് വർഗീസ്, ചക്കരമുത്ത്, മനോജ് ഭായ്, സിജി പ്രസന്നൻ നന്നായിട്ടുണ്ട്, താങ്ക് യു സിജി. അനിത എസ് നായർ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിടിച്ചു ചോദിക്കണേ. അപ്പോൾ ഇനി നമ്മൾ നീ അപ്പുറത്തോട് ഇനി നമ്മളിവിടെ ഒരു ഗുഹ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് ആണ്. ഇനി ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലായിട്ട് നമ്മളൊരു ഗുഹ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗുഹ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു പുലിയെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇനി ഇത് എൻ്റെ ഫൈനൽ, നാളെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഫൈനൽ ആകത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ രഞ്ജിത്ത് എസ് നായർ. അപ്പം ഇനി നമ്മൾ ഇത് കണ്ടോ, ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ആംബിയൻസ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ്, ആശ്രമത്തിൻ്റെ ആംബിയൻസ് കണ്ടോ, ഇങ്ങനെ നിൽക്കും. താഴെ എന്ന് പറയുന്നത് നടപ്പന്തൽ നമ്മൾ കയറി, പമ്പയെന്ന് നമ്മൾ നടപ്പന്തൽ കയറി നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഗണപതി അമ്പലത്തിൻ്റെ താഴെ വരുമ്പോൾ കാണുന്ന ആദ്യം ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് ഇപ്പം നമ്മൾ കാണിച്ച സ്ഥലങ്ങളൊക്കെയാണത് കണ്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മെയിനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു കൽമണ്ഡപം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കൽമണ്ഡപം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതാണ് ഋഷിവര്യൻ അല്ല സന്യാസി വര്യനെ നമ്മൾ ഇതെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നവീൻ കൃഷ്ണ സൂപ്പർ. സിജു ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. സിജു ആണ് ശരിക്കും ഈ വെള്ളച്ചാട്ടമൊക്കെ ചെയ്തു തന്നിരിക്കുന്ന ഒരു ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെയാണ് നമ്മുടെ വർക്കിന്റെ. അപ്പോ എന്താ പിടിച്ചോ, കാണിച്ചു വണ്ടി കൊടുത്തു. അപ്പൊ ഇനിയുമാണ് ഇത് സന്യാസി വരെ ഇതിന്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ മറ്റുള്ള വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അജയ് ഫൈനാൻസ് അധ്യാപകനാണ്. ഗംഭീര വർക്കാണ്, ഒന്നും പറയാനില്ല. അത്ര മനോഹരമായിട്ടാണ് ഓരോന്നും വർക്ക് ചെയ്യുന്നത്, അത്ര മൈന്യൂട്ടായിട്ടാണ്. അത് നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉള്ള ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ഇവിടെ ഈ മണികണ്ഠൻ, അതുപോലെ പന്തള രാജാവ്. അപ്പോൾ ഈ മണികണ്ഠനെ ഇപ്പൊ നമ്മൾ വൈറ്റ് അടിച്ച് ഇട്ടിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല്, സത്യം പറഞ്ഞാല് വളരെ ഫീലിങ്സ് ആണ്. കാരണം ഈ മണികണ്ഠന്റെ, ഈ കുഞ്ഞു മണികണ്ഠന്റെ കുറെ നാള് വർഷങ്ങളായിട്ട് തലയില്ലാതെ കുറെ നാൾ കിടന്നിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് ശരിക്കും ഇത്രയും വലിയൊരു ബൃഹത്തായിട്ടുള്ള വലിയൊരു പ്രൊജക്ട് ഇവിടെ ഞാൻ ചെയ്യാൻ. ഇതൊന്നും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടോ ഒന്നുമല്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ കുറെ അധ്വാനം, ഈ പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ അധ്വാനിക്കുന്ന കുറെ പൈസയും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട രജീഷ്, അതേപോലെ തന്നെ മോഹൻ സാറ്, ജയ മോഹൻദാസ്, ഇങ്ങനെ കുറച്ചു പേരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു
ഒരു വലിയൊരു പ്രൊജക്ട് തയ്യാറാക്കാൻ കഴിഞ്ഞത്. ഈ മണികണ്ഠന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒറ്റക്കല്ലിലാണ് നമ്മൾ കൊത്തിയെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞു മണികണ്ഠനെ ഞങ്ങൾ എന്ന് പെയിന്റിങ്, അതായത് ഇതിനെ എന്നൊരുക്കാൻ ഞങ്ങൾ തുടങ്ങിയാലും അന്ന് ഭയങ്കര മഴയായിരിക്കും. ഇന്ന് മണികണ്ഠനെ നമ്മൾ തൊട്ടിട്ടില്ല. കാരണം ഇന്നലെ മണികണ്ഠനെ ഇതേപോലെ വൈറ്റ് ഒക്കെ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായി. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. ഇന്ന് മണികണ്ഠനെ നമ്മൾ തൊട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കാരണം ഇന്ന് ഇത് ഫുള്ളൊന്ന് തീർത്തതിന് ശേഷം ഫൈനലി മാത്രമേ ഇത് ഞങ്ങൾ ടച്ച് ചെയ്ത് ഇറങ്ങാറുള്ളൂ. കാരണം ഇത് ഫൈനലിൽ എപ്പോഴും അജയോട് ചോദിച്ചാൽ അറിയാം, എപ്പോഴും ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ഭയങ്കര ഫീലിങ്സാണ്. കാരണം ഇത് മഴയെല്ലാം പെയ്ത് മഴയിലേ ഇത് നമ്മൾ തീർത്തിട്ടുള്ളൂ ഇതുവരെ. കാരണം അവിടെ ഭയങ്കര ചിമ്പിരിയായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ എത്ര ഇതിനെ ഇതായിക്കലും ഇതൊക്കെ നമ്മൾ ടാർപ്പിട്ടാലും അവിടെ ചോരും. അത്ര പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അജയ് എപ്പോഴും ഇത് ചെയ്യുന്നത് ലാസ്റ്റ് നിമിഷമേ ചെയ്യത്തുള്ളൂ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അജയ് ചെയ്തുള്ളൂ. മിനിഞ്ഞാന്ന്, അതായത് ഇന്നലെയാണ് സഞ്ജയ് ഇത് പെയിന്റ് ചെയ്തിട്ടത്. അപ്പൊ അന്നേരം ഭയങ്കര മഴയായിരുന്നു. അപ്പൊ ഫേസ്ബുക്കിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മറക്കാനാവാത്തൊരു കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് അജയ്യെ പരിചയപ്പെടാം. അപ്പോ ഇതാണ് പ്രിയപ്പെട്ട അജയ് ആണെങ്കിൽ പിന്നെ എന്താ പറയാ, ഫൈൻ ആർട്സിൽ അധ്യാപകനാണ്. അജയ് ഒരുപാട് കേരളത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്ത കലാകാരനാണ്. അപ്പം അജയ് ഒന്ന് പറഞ്ഞ, അജയ് ഈ മണികണ്ഠനെ ഒരുക്കുന്ന സമയത്തേക്ക് അജയ്ക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥകൾ എന്തൊക്കെയാ അജയ് ഒന്ന് പറഞ്ഞ? അത് അജയുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഇതാണ്. കാരണം എല്ലാ വർഷവും ചെയ്യുമ്പോൾ ഉറക്കെ പറഞ്ഞു, നമ്മളെല്ലാ വർഷവും ചെയ്യുമ്പോഴേ ഇത് ചെയ്യാൻ ആരംഭിക്കുന്ന സമയം തൊട്ട് മഴയാണ്. അപ്പൊ ഈ മിക്ക സമയത്ത് ഇത് മഴവെള്ളത്തിലിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. മനസ്സിലായോ? ഇറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഇറങ്ങുന്ന ഇതിലാണ്. പിന്നെ നമ്മളൊരു വർക്കും ചെയ്തില്ല. മണികണ്ഠനെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു സമാധാനവും സന്തോഷവും സംതൃപ്തിയും കിട്ടും. അതൊക്കെ ഉള്ളൂ സത്യം. അതായത് ഇതൊന്നും നമ്മളൊന്നും ഒരു നിശ്ചിത ഇപ്പം നമുക്ക് ഇത്ര രൂപ വേണം, നമ്മൾ ഈ വർക്ക് ചെയ്തെങ്കിൽ ഇത്ര രൂപ കിട്ടിയാലേ പറ്റൂ എന്നൊന്നും വന്ന് പറയുന്ന ഒരു കലാകാരന്മാരും ഇന്ന് എന്നോടൊപ്പം ഇല്ല. എല്ലാവരും, അതായത് എന്താണോ ഇതിൽ നിന്ന് ഉള്ള ഒരു ഇത്, അതിന്റെ ഒരു ഇത് മാത്രം ഇത് മതി കേട്ടോ എന്ന് പറയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ വർക്കിന്. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറയും, അനിൽജി, അതെ അല്ലിയേട്ടാ, ഇപ്പൊ നമുക്ക് അടുത്ത വർക്കിന് എന്നെ വിളിക്കണേ, ഞാൻ വരാം എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു FB-യിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്ന സമയത്തേക്ക് കുറെ ആൾക്കാർ വിളിക്കും, വരണം എന്നൊക്കെ പറയും. അങ്ങനെ വിളിച്ച് വന്നവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങളൊരു 5 ദിവസമായിരിക്കും അല്ലെ 6 ദിവസമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും വരുന്നതെന്ന് പറയുന്നത്. നമ്മൾ അവിടുന്ന് കഞ്ഞി വെക്കാനൊക്കെയുള്ള കഞ്ഞി, പയറ് അങ്ങനെയൊക്കെ വെക്കാനുള്ള സെറ്റപ്പിലായിരിക്കും ചോറൊക്കെ വെച്ചാണ് കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് അരിയ്, അതുപോലെ തന്നെ പലചരക്കും പച്ചക്കറിയും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഗ്യാസ് കുറ്റി എല്ലാമായിട്ടാണ് വരുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് നമുക്ക് ഇവിടെ ഒരു റൂം തരും. ആ റൂമിൽ നമ്മൾ 10 പേരുണ്ട്. 10 പേരും ഒന്നിച്ച് കിടന്ന് അവിടെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ എല്ലാവരും ഒന്നിച്ചു വരും. ഈ 10 പേരും ഒന്നിച്ച് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് ഇത് പോയി വെക്കേണ്ടത്. അത് ഭയങ്കര ടാസ്ക് ആണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചുള്ളത് ഇത് ഉൾക്കൊള്ളണമെന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് 11 മണി 12 മണിക്കൊക്കെ ആയിരിക്കും രാവിലത്തെ ഞങ്ങൾ. കാരണം ഇവിടുന്ന് കഴിഞ്ഞു പോയി വെച്ചിട്ട് വേണം ഞങ്ങൾ കഴിക്കാൻ. അപ്പൊ അങ്ങനെ വലിയൊരു ടാസ്ക് ഉണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ട് വരുന്നവർ ഇതൊന്നും ഉൾക്കൊണ്ട് നിൽക്കണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ രാവിലെ 6:30 ആകുന്ന സമയത്തേക്ക് ഞങ്ങൾ ഇറങ്ങും. അപ്പൊ 6:30 ആകുന്ന സമയത്തേക്ക് ഞങ്ങൾ വർക്കിന് ഇറങ്ങുന്ന സമയത്തേക്ക് പമ്പാ നദിയിൽ പോയി കുളിച്ച് ഗണപതി അമ്പലത്തിൽ പോയിട്ട് തൊഴുത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വർക്ക് തുടങ്ങുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭക്തിയുടെ, അതായത് നമ്മൾ എന്താണോ നമ്മുടെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഓരോ വർഷവും, ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം വരുമ്പോഴും പുതുമകൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ വർഷവും ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അപ്പൊ ശരിക്കും നല്ലൊരു മനുഷ്യനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ വേക്ക് വന്നിട്ട് എന്നെ വന്ന് കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അടുത്ത വർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മണ്ഡലകാലം കഴിയുന്ന സമയത്തേക്ക് ഗംഭീര ഒരു വർക്ക് നമുക്ക് ഇവിടെ ചെയ്യണമെന്ന് പറയാം. ലാൻഡ്സ്കേപ്പ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, പന്നി കുത്തി മറിക്കുന്ന ഒരു ഇതുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് വേണം ചെയ്യാനെന്ന് പറഞ്ഞാൽ, അത് എന്ത് വേണമല്ലോ അനി പ്ലാൻ ചെയ്തോ, നമുക്ക് 1 വർഷത്തിനകം അത് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇവിടെ ഒരു മഹിഷി മർദ്ദനൻ, അതായത് മഹിഷിയുണ്ട്. അതായത് മഹിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മറ്റേ കാളയുടെ തലയും
മനുഷ്യന്റെ ഉടലുമായിട്ടുള്ള മഹിഷി എന്ന് പറയുന്ന പുരാണത്തില് അയ്യപ്പ ചരിത്രത്തില് ഒരാളുണ്ട് മഹിഷി. അതാണ് മാളികപ്പുറത്തമ്മയായിട്ട് വരുന്നത്. അപ്പൊ മഹിഷി മർദ്ദനൻ ആണ് അയ്യപ്പൻ. അപ്പൊ മഹിഷിയുമായിട്ടൊരു പോരുണ്ട്. ആ പോര് സമയത്ത് മഹിഷിയെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി അടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇങ്ങനെ ചുറ്റി അടിക്കുന്നതായിട്ട് നമ്മൾ കഥയിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ട് ഒരു 15-20 അടി ഹൈറ്റില് അങ്ങനെ ഒരു മഹിഷിയെ, മണികണ്ഠന കുമാരനെ ഇങ്ങനെ മഹിഷിയെ ഇങ്ങനെ എടുത്തടിക്കുന്ന ഒരു വലിയൊരു ശില്പം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഈ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലേക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഗംഭീരമായിട്ട് അത് ചെയ്യാം, ഒന്നും നോക്കണ്ട അനി അത് പ്ലാൻ ചെയ്തു. അത് ഈ മണ്ഡലകാലം കഴിയുമ്പോൾ തന്നെ ആ പ്രൊജക്ട് തന്നു, നമുക്കത് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്റെ ഏറ്റവും വലിയൊരു അടുത്ത കൊല്ലത്തെ ഉള്ള ഒരു സ്വപ്ന പദ്ധതിയാണ്. പിന്നെ ഈ ലൈവ് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തേക്ക് ആദ്യം വരുന്നൊരു കമന്റ് ആണ്, ഇത് ഭക്ഷണം കഴിക്കാതെ കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറയും. പക്ഷെ ഇത് നമ്മളൊരു വിശ്വാസമാണ്, നമ്മളൊരു വികാരമാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ പറയുന്ന ഒരുപാട് വിശ്വാസികളോ അവിശ്വാസികളായിട്ടുള്ളവരൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇത് നമ്മളുടെ ഒരു സ്പിരിറ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഇവിടേക്ക് കയറുന്ന സമയത്തേക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ രജീഷ് ആയാലും അതേപോലെ തന്നെ മോഹൻ സാർ ആയാലും അങ്ങനെ നമ്മൾ കുറച്ച് ഫണ്ടുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഈ വർഷം വന്നത്. കുറെ മോട്ടറിന്റെ അങ്ങനെയൊക്കെ ഒരുപാട് ചെലവുകളുണ്ടായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൊണ്ട് ഓരോ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് തന്നിട്ട് നിങ്ങൾ ഡീസൽ അടിച്ച് നിങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തന്ന ഒരാളുണ്ട്. മിനി വാത്മീകം എന്നാണ് പേര്. വാത്മീകം പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അതായത് എന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുടെ ഹെൽപ്പുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ക്യാഷ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തോന്നുന്ന സമയത്തേക്ക്, നമുക്ക് വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്തേക്കൊക്കെ നമ്മൾക്ക് എങ്ങനെയുമൊക്കെ നമ്മൾ ഫണ്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാ കൊല്ലവും ഇത് ചെയ്യാൻ കഴിയുന്നത്. ഓരോരുത്തരും ഓരോ ഉദ്യോഗസ്ഥരും മാറി വരുന്ന സമയത്തേക്കും ഓരോരുത്തർക്കും നമുക്കിവിടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു പെർമിഷൻ എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. ഏകദേശം 1 മാസം മുന്നേ നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസറിന് പെർമിഷൻ ലെറ്റർ കൊടുത്തിട്ട് അവിടെ നിന്നിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ദേവസ്വം ബോർഡിന്റെ പെർമിഷൻ എടുക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക്കാണ്. ആ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടിയത് ഈ 1-ാം തീയതി മുതലായിരുന്നു. നമ്മൾ ഏകദേശം 5-ാം തീയതിയാണ് വന്നത്. ഇന്ന് 10-ാം തീയതിയാണ്. 10-ാം തീയതിയോടുകൂടി നമ്മൾ ഏകദേശം ഒരു സെമി ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. നാളെ കൊണ്ട് നമ്മളിത് ഫൈനലാക്കി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ലൈവ് വന്നത് ആരാണ്, അവരെയൊക്കെ നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാം. ശരത് കുമാർ, സ്വാമി ശരണം. സിജു ആണ് ശരിക്കും പറഞ്ഞാല്, സിജു ആണ് ശരിക്കും ഇവിടെ പ്ലംബിങ് വയറിങ് 5 കൊല്ലമായിട്ട് ഇതെല്ലാം ചെയ്യുന്ന സിജു ആണ്. സിജുവിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമ്മളിപ്പോൾ ഈ മോട്ടറൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മോട്ടർ നന്നാക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഇത് ശരിയാക്കാനെ കൊണ്ട് സിജു ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക്, കാരണം പെട്ടെന്ന് കിട്ടത്തില്ല ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചങ്ങനാശ്ശേരിക്ക് പോയി ചെയ്തുകൊണ്ടാണ് സിജു വരുന്നത്. അതൊന്നും പ്രതിഫലമൊന്നും വലിയ ഇതൊന്നും നോക്കിയിട്ടൊന്നും അല്ല ഇതൊന്നും ചെയ്യുന്നത്. അതൊക്കെയാണ് ഏറ്റവും വലിയൊരിത്. ശരത് കുമാർ, സ്വാമി ശരണം. റജി പി ജോണ് കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സിന്ധു അജി, അതേപോലെ തന്നെ സജി, അപ്പോ ഷാജിലാൽ. അപ്പോ എല്ലാവർക്കും, അതായത് ഇപ്പം ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, സന്തോഷ് പാപ്പനം കൂടെ, സന്തോഷൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഷൂട്ടിങ്ങിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സന്തോഷമൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ, സിനിമാ ജീവിതത്തിൽ നമുക്കൊരിക്കലും മറക്കാനാവാത്ത കലാകാരനാണ് സന്തോഷ്. ഒരു സിനിമയുടെ സെറ്റിൽ ഞങ്ങൾ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഒരു തീ കത്തുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വെള്ളമൊഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുന്ന സെറ്റപ്പ്, പെട്രോളും ഡീസലോടെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത്, അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. സന്തോഷിനെ മൊത്തത്തിൽ പൊള്ളിപ്പോയ ഒരാളാണ് സന്തോഷ്. അനിത സന്തോഷ് ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ രാജേഷ് ആർ ഉണ്ണിത്താൻ, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ, സ്വാമി ശരണം. രാജേഷ് ചേട്ടാ നമസ്കാരം.
അതുപോലെ തന്നെ ജോബി കുരുവിള സ്വാമി ശരണം, രശ്മി KR സ്വാമി ശരണം, അനീഷ് 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 അണ്ണ അറിയുമോ? പിന്നെ അറിയാതിരിക്കുമോ? അനീഷ് കുമാർ സ്വാമി ശരണം. ഈ അനീഷ് കുമാറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഭഗവാന്റെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും അന്നേരം വന്നിട്ട് അതിന് ലൈക്കും കമന്റുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും നിങ്ങളുടെയൊക്കെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ വീണ്ടും എന്നെ പ്രേരിപ്പിക്കുന്നത്. ആർട്ട് മനോജ് മാവേലിക്കര, മനോജേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, മനോജേട്ടൻ ആർട്ട് ഡയറക്ടറാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും മനോജേട്ടൻ സിനിമകളൊക്കെ ചെയ്യുന്ന ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ സുരേഷ് നായർ സ്വാമി ശരണം. അപ്പോൾ ഈ ലൈവ് എല്ലാ വർഷവും ഞാൻ ഈ വർക്ക് തീരുന്നതിന് മുന്നേ ആയിട്ട് ഇടുന്നതാണ്. സജി കൊഴുവക്കാട്ട്, ഹായ് അനിൽ, ഹായ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇവരെല്ലാവരെയും ഒറ്റയടിക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് എന്തിയാ നമ്മുടെ അജയ് എന്തിയേ? അപ്പൊ ഇത് ജോബിനെ അറിയാമല്ലോ. ജോബിന് നമ്മുടെ കുമ്പഴാങ്ക്രൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ എല്ലാമാണ്. ജോബിനാണ് എഡിറ്റർ, ജോബിനാണ് എന്താ പറയുക, ഡയറക്ടർ, ക്യാമറമാന്. കുമ്പഴാങ്ക്രൂ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഏറ്റവും നല്ല കലാകാരൻ, എന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ, അതാണ് ജോബിന്. അതേപോലെ തന്നെ നമ്മുടെ ശരത്ത് നീ ഇങ്ങനെ മാറരുത്. ശരത്ത് അജയുടെ ഏറ്റവും വലം കൈ. കൈ ഒന്ന് നീട്ടുന്ന സമയത്തേക്ക് ബ്രഷ് എടുത്ത് കൊടുക്കുന്ന കലാകാരൻ. അജയുടെ കൂടെ സ്വന്തം സഹചാരിയാണ്, എപ്പോഴും ഉണ്ട്. അപ്പോൾ അനീഷ് കുമാർ, ഞാൻ വടശ്ശേരിക്കരയാണ് സ്വാമി, അനീഷ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അനിൽ മോൻ വാഴക്കാലയിൽ, നന്ദകുമാർ PV. അപ്പോൾ ഇത് ബിനു ഇത് നമ്മുടെ ബിനു തോമസ്. പുള്ളി മലയാലപ്പുഴയല്ലേ ഏട്ടാ? മലയാലപ്പുഴയാണ് വീട്. അപ്പോൾ ബിനുവേട്ടന് ഈ വർഷം മുതൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. അതാണ് ഷിബുച്ചേട്ടനും ഇതേപോലെ തന്നെ ഈ വർഷം മുതൽ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഇത് നവനീഷ് എറണാകുളംകാരനാണ്. നവനീഷ് അങ്ങ് നാണമാണ്. നവനീഷ് ഈ വർഷം വന്ന് ഇനി എല്ലാ വർഷവും വരുമെന്നാണ് നവനീഷ് പറഞ്ഞേക്കുന്നത്. നവനീഷിന് ആദ്യമൊക്കെ ഇത് അങ്ങോട്ട് ആയി വരാൻ ഇച്ചിരി പാടുപെട്ടു. പക്ഷെ നവനീഷ് ഇപ്പൊ സെറ്റായി ഇല്ലേ? എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാ കൊല്ലം വരും. അതാണ് നമുക്ക് സരിത് കുമാർ, ഞാൻ അജയന്റെ അനിയനാണ്. ഇത് അരുണിനെ ഞാൻ മുമ്പേ പരിചയപ്പെടുത്തി. അരുണും എറണാകുളംകാരനാണ്. ഇത് കിളി അഭിജിത്ത്. ഇത് കുട്ടു സതീഷ്. അപ്പോ ഇവരൊക്കെയാണ്. ഇത് അജയ്. അപ്പോ ഇങ്ങനെ പിന്നെ സിജു ഉണ്ടായിരുന്നു. സിജു ഒക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പോയി. സഞ്ജയ് ഉണ്ടായിരുന്നു. സഞ്ജയ് ആണെങ്കിൽ കാലിന് വേദന പോലെ വന്നു. അങ്ങനെ സഞ്ജയ് ഇപ്പോൾ വീട്ടിലാണ്. സഞ്ജയ് നാളെ എറണാകുളത്തേക്ക് വരും. അപ്പോൾ സുരേഷ് നായർ, എൻ്റെ വീട് പുല്ലാടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഈ ലൈവ്. അപ്പോൾ ഇനി നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കൽമണ്ഡപം. ഇതൊക്കെ കരിങ്കല്ലിലാണ് ഈ കല്ലൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇതാണ് പുലിവാഹനൻ. അതാണ് കുതിരകള്. ഇതാണ് നമ്മുടെ ആശ്രമം. ഇത് പമ്പയെന്ന് കയറി വരുന്ന സ്ഥലമാണേ. പമ്പയിലെ നടപ്പന്തലാണ്. അത് കയറി വരുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം എല്ലാം ടൈലൊക്കെ ഇട്ട് മാർബിളൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. ഇങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് പമ്പാ ഗണപതി അമ്പലം.
ഗീത പ്രദീപ് വളരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സതീഷ് കോയി വീട്ടിൽ. ഞാൻ ഈ പമ്പ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ താഴേക്കുള്ള വ്യൂ കാണിക്കാം. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടുന്ന് ഇതാണ് നമ്മുടെ ഗണപതി അമ്പലം. അപ്പം ഇതിൻ്റെ താഴെയായിട്ട് ഇതാണ് നമ്മുടെ ഗണപതി അമ്പലം. ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കണ്ട കണ്ട ആണ് ഇത് വ്യൂ. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ ലൈവ് തുടങ്ങിയത് അവിടെ തന്നെ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഗീതാ പ്രദീപ് ചേട്ടാ നമസ്തേ. നമസ്തേ. സാബു എബ്രഹാം വാച്ച് ചെയ്യുന്നു. നിഷ കെ എൻ. അപ്പം ഞങ്ങൾ ഇതിപ്പോൾ നമ്മളൊരു വലത്ത് വെച്ച് ഞാനിങ്ങനെ വന്നു. നമ്മുടെ ഇതിൻ്റെ എന്താ അങ്ങനെ വലത്ത് വെച്ചിട്ട് ഇങ്ങനെ വന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ലൈവ് തുടങ്ങിയത്. എന്താ അപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ വീണ്ടും അടുത്ത കൊല്ലം ഇതുപോലെ ഇതിലും വലിയ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇതിലും മനോഹരമായ രീതിയിൽ അടുത്ത കൊല്ലവും അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ. അപ്പം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.